എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു കത്തിയുടെ മുനയിൽ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ്. എങ്ങോട്ടാണ് അടുത്ത നീക്കം? മുകളിലേക്കോ അതോ താഴേക്കോ? നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഒരു ചുരുൾ അഴിക്കാൻ ശ്രമിക്കാം. നിഫ്റ്റി ഒരു നിർണായക പോയിന്റിൽ നിൽക്കുമ്പോൾ മാർക്കറ്റിലെ എല്ലാവരുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇനി എന്താണ്? മുന്നോട്ടൊരു കുതിപ്പോ അതോ പിന്നോട്ടൊരു വീഴ്ചയോ? ശരി, അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. പിന്നെ ചാർട്ടുകൾ എന്ത് സൂചനയാണ് തരുന്നതെന്ന് പരിശോധിക്കാം. ഡേറ്റ എന്താണ് പറയുന്നതെന്നും പുറത്തുനിന്ന് ഇതിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവും നമ്മൾ പരിഗണിക്കും. അവസാനം ഇത്രയും കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു നിഗമനത്തിലെത്താം. അപ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ്. മാർക്കറ്റ് മുന്നോട്ട് കുതിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു വലിയ മതിലിൽ ഇടിച്ചു നിന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താണ് ആ തടസ്സം? മതിലാണ് 24,400 എന്ന ലെവൽ. ഇതൊരു സാധാരണ നമ്പറല്ല, ഇതൊരു യുദ്ധക്കളം പോലെയാണ്. ചരിത്രം നോക്കിയാൽ പലതവണ മാർക്കറ്റ് ഇവിടെയെത്തി മുകളിലേക്ക് പോകാൻ പാടുപെട്ടിട്ടുണ്ട്. ചിലപ്പോഴേക്ക് ഇവിടെ തട്ടി താഴേക്ക് വീണിട്ടുമുണ്ട്. അതുകൊണ്ടുതന്നെ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ എപ്പോഴും ഒരു വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണിത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈയൊരു നിശ്ചലാവസ്ഥ അധികകാലം നീണ്ടു നിൽക്കില്ല. അനലിസ്റ്റുകൾ പറയുന്നത് ഇതൊരു കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയാണെന്നാണ്. ഒന്നുകിൽ മാർക്കറ്റ് ഈ മതിൽ ഭേദിച്ച് ശക്തിയോടെ മുകളിലേക്ക് കുതിക്കും, അല്ലെങ്കിൽ ഇവിടെ തട്ടി വലിയൊരു വീഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കും. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, ഏത് ദിശയിലേക്കാണ് മാർക്കറ്റ് നീങ്ങാൻ പോകുന്നത്, അല്ലേ? അതിനുള്ള ആദ്യത്തെ സൂചന ചാർട്ടുകളിൽ തന്നെയുണ്ട്. ഇന്ന് മാർക്കറ്റിലെ ചാർട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ പ്രത്യക്ഷപ്പെട്ടു. ടെക്നിക്കൽ അനാലിസ്റ്റുകൾ ഇതിനെ ഡോജി എന്നാണ് വിളിക്കുന്നത്. അപ്പോ എന്താണ് ഈ ഡോജി? ഇതൊരു വടംവലി മത്സരം പോലെയാണെന്ന് വിചാരിച്ചോളൂ. വാങ്ങുന്നവർ ഒരു വശത്തേക്കും വിൽക്കുന്നവർ മറുവശത്തേക്കും ഒരേ ശക്തിയിൽ വലിച്ചു. അവസാനം എന്തായി? ആരും ജയിച്ചില്ല, മത്സരം ടൈ ആയി. അതുതന്നെയാണ് ഈ ഡോജി നമ്മളോട് പറയുന്നത്. മാർക്കറ്റിന് ഒരു പിടിയുമില്ല അടുത്തതെങ്ങോട്ട് പോകണമെന്ന്. കംപ്ലീറ്റ് കൺഫ്യൂഷൻ. ഈ ആശയക്കുഴപ്പം ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും രസകരം. പ്രധാന സൂചികയായ നിഫ്റ്റിയിലും ബാങ്കിംഗ് ഓഹരികളുടെ സൂചികയായ ബാങ്ക് നിഫ്റ്റിയിലും ഇതേ ഡോജി പാറ്റേൺ തന്നെയാണ് കാണുന്നത്. ഇതിനർത്ഥം മാർക്കറ്റ് ഒന്നടങ്കം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചാർട്ടുകൾ പറയുന്നത് കൺഫ്യൂഷൻ എന്നാണ്. ഇനി നമുക്ക് ട്രേഡർമാർ എവിടെയാണ് പണം വെക്കുന്നതെന്ന് നോക്കാം. അതായത് അവരുടെ ബെറ്റുകൾ എങ്ങോട്ടാണെന്ന്. അതിനാണ് ഓപ്ഷൻസ് ഡേറ്റ നമ്മൾ പരിശോധിക്കുന്നത്. ചിലപ്പോൾ അത് നമുക്ക് ചില സൂചനകൾ തന്നേക്കാം. ചാർട്ടുകൾ ഒരു വടംവലി മത്സരമാണെങ്കിൽ ഓപ്ഷൻസ് ഡാറ്റ ഒരു സമനിലയിലായ ചെസ് കളി പോലെയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നോ താഴേക്ക് പോകുമെന്നോ ആരും കാര്യമായി ബെറ്റ് വെക്കുന്നില്ല. എല്ലാം ഏകദേശം തുല്യമാണ്. മാർക്കറ്റിന്റെ പൊതുവായ വികാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സൂചകമാണ് പുട്ട് കോൾ റേഷ്യോ. ഇപ്പോൾ അതിന്റെ മൂല്യം 1.1 സത്യം പറഞ്ഞാല് ഈ 1.1 എന്ന നമ്പർ ചെറിയൊരു ശുഭാപ്തി വിശ്വാസം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര ശക്തമായൊരു സിഗ്നലല്ല. ഇതേതാണ്ടൊരു സമനില തന്നെയാണ്. അപ്പോൾ ചാർട്ടുകൾ പറഞ്ഞ അതേ കഥ ഡേറ്റയും ആവർത്തിക്കുന്നു. ആരും ധൈര്യത്തോടെ ഒരു നീക്കത്തിനും തയ്യാറല്ല. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിലെ കണക്കുകളാണ് നോക്കിയത്. പക്ഷെ ഇവയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ ബാഹ്യശക്തിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതാണ് വൈൽഡ് കാർഡ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില ആഗോള സമാധാന ചർച്ചകൾ, അതിന്റെ ഫലം എന്താകുമെന്നത് ഈ ടെക്നിക്കൽ സിഗ്നലുകളെയും ഡേറ്റയുമൊക്കെ പൂർണ്ണമായും അപ്രസക്തമാക്കിയേക്കാം. മാർക്കറ്റിനെ ഒരു തീരുമാനമെടുക്കാൻ അത് നിർബന്ധിച്ചെന്നും വരാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ചർച്ചകൾ വിജയിച്ചാൽ മാർക്കറ്റിലൊരു ആശ്വാസമുണ്ടാകും, ഒരു പക്ഷെ ഒരു ചെറിയ കുതിപ്പും കണ്ടേക്കാം. പക്ഷെ പരാജയപ്പെട്ടാലോ? അതൊരു ചെറിയ ഇടിവിലൊതുങ്ങാം, അല്ലെങ്കിൽ അതൊരു വലിയ തകർച്ചയ്ക്ക് വരെ കാരണമായേക്കാം. അത്രയും വലിയൊരു അനിശ്ചിതത്വമാണ് പുറത്തു കാത്തുനിൽക്കുന്നത്. അപ്പോ മാർക്കറ്റിന്റെ ഉള്ളിൽ കൺഫ്യൂഷൻ, പുറത്ത് വലിയൊരു അനിശ്ചിതത്വം. ഈ സാഹചര്യത്തിൽ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി? ഈ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് കാണിക്കാൻ അനലിസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും എന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് ചോദിച്ചാൽ ഞാൻ എന്തു ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ധീരമായൊരു പ്രവചനം നടത്താൻ പറ്റില്ല. പകരം റിസ്ക് കുറയ്ക്കാൻ നമ്മൾ എന്തു ചെയ്യണം? 1. വലിയ കളികൾക്ക് തൽക്കാലം പോകാതിരിക്കുക. 2. മാർക്കറ്റ് താഴോട്ട് പോകും എന്ന് ഉറപ്പില്ലാതെ ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, മാർക്കറ്റ് ഒരു ദിശയിലേക്ക് തിരിയുന്നതിന്റെ വ്യക്തമായൊരു സിഗ്നലിനായി കാത്തിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ക്ഷമയാണ് ഇവിടെ ഏറ്റവും വലിയ ആയുധം.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഡോജി കാൻഡിൽ പോലെയുള്ള ഒരു സിഗ്നൽ കാണിക്കുന്നത് വിപണി പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാണെന്നാണ്. ആ സിഗ്നലിനെ നമ്മൾ ബഹുമാനിക്കണം. ഏറ്റവും ബുദ്ധിയുള്ള കാര്യം അത് കേൾക്കുക എന്നതാണ്. ഇത് നമ്മളെ ഒരു അവസാനത്തെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപക്ഷേ ഇന്നത്തെ ഈ സങ്കീർണമായ മാർക്കറ്റിൽ ഏറ്റവും മികച്ച നീക്കമെന്നത് വാങ്ങുന്നതോ വിൽക്കുന്നതോ അല്ലായിരിക്കാം. ചിലപ്പോൾ ഒന്നും ചെയ്യാതെ മാറി നിന്ന് കാത്തിരിക്കുന്നതായിരിക്കാം ഏറ്റവും ബുദ്ധിപരമായ തന്ത്രം. നിങ്ങൾക്കെന്തു തോന്നുന്നു?